നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്രേമിക്കുന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാലും കണ്ണും കാണില്ല, കാതും കേൾക്കില്ല. പ്രേമിക്കുന്ന ആള് പറയുന്നത് മാത്രമേ കേൾക്കൂ. പെൺകുട്ടികളുടെ ഒരു ദുർവിധി അത്. അമിതമായ സ്നേഹപ്രകടനം കണ്ടിട്ട് അതിലങ്ങ് വീണു പോകുന്നതാ. നിത്യയോട് ഞാനിപ്പോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ കള്ളം പറയാണെന്നേ പറയുള്ളൂ. അവൻ ആ വീട്ടിലേക്ക് വരുന്നത് തടഞ്ഞല്ലേ പറ്റൂ. എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എനിക്ക് വേണ്ടി ഡോക്ടർ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? ഹേയ്, ഇതെന്റെ കടമയാണെന്ന് തോന്നി. ദേവികയെ പോലൊരു നല്ല സുഹൃത്ത് അപകടത്തിൽപ്പെടുന്നത് എനിക്കല്ല, ആർക്കും സഹിക്കില്ല. അവനെക്കുറിച്ച് ഇത്രയൊക്കെ കേട്ടുവെന്ന് കരുതി ദേവിക പേടിക്കണ്ട. എന്ത് സഹായത്തിനും ഞാനും സ്വാമിയും കൂടെയുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ സ്വാമി? എന്താ അത്ര ധൃതി? എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാൻ. അങ്ങനെ അങ്ങ് പോകണ്ട, അവിടെ നിക്ക്. സ്വാമിക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു, ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു. ഇതിപ്പോ കുറച്ച് കാശൊക്കെ ചെലവാക്കി, പെട്രോൾ അടിച്ച്, ഒരുപാട് ദൂരം പോയി, നാട്ടുകാരോടൊക്കെ ചോദിച്ച്, എന്നിട്ട് എന്ത് കിട്ടി? അപ്പം നീ അതൊക്കെ മനസ്സിലാക്കിയല്ലേ? സത്യം പറയാലോ, നീ ആരാന്ന് അറിയാൻ തന്നെ പോയത്. അറിഞ്ഞു. നിന്നെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ കിട്ടി. അതൊക്കെ അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഈ അറിയിക്കേണ്ടവരെന്നൊക്കെ പറഞ്ഞാൽ ആരൊക്കെയാ? നിരഞ്ജൻ ഡോക്ടറാണോ അതോ ദേവികയോ? അതൊക്കെ നീ എന്തിനാ അറിയുന്നത്? ഇനി നിന്റെ ഒരു കളിയും ദേവികയുടെ അടുത്ത് നടക്കില്ല. എടോ സ്വാമി, ഞാൻ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കളി കളിച്ചിട്ടായാലും ഞാനത് നേടിയിരിക്കും. തന്റെ ഡോക്ടർക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ചോദിക്കാനും പറയാനും ആരില്ലാത്ത കുട്ടിയാണ് ദേവിക എന്ന് നീ കരുതരുത്. ആ പാവത്തിന് ഇനി ഉപദ്രവിച്ചാ നണക്കത് വല്ലാതെ ദോഷം ചെയ്യും. ആര് ചോദിക്കാൻ? താനാണോ ചോദിക്കുന്നത്? ആണോടോ? എന്നാ ഇപ്പൊ ചോദിക്കടോ, ചോദിക്കടോ. ചോദിക്കണം. അവനൊരു CBI-ക്കാരൻ അന്വേഷിക്കാൻ പോയിരിക്കുന്നു. നീ എന്നെ കുറിച്ച് ദേവിയോട് എന്ത് പറഞ്ഞു കൊടുക്കണം? ആലവരാതി. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നോണ്ടല്ലോ, ഒന്ന് തള്ളും ഞാൻ. അതെനിക്ക് അറിയടാ. 12-ാം വയസ്സിൽ ഒരാളെ കൊന്ന് ജുനൈൽ ഹോമിൽ പോയവനല്ലടാ നീ. അന്ന് നീ ചെയ്തതൊക്കെ എനിക്കറിയാം. ഞാന് എല്ലാം ദേവികയോട് പറഞ്ഞിട്ടുണ്ട്. അവളെ ദ്രോഹിക്കാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ലടാ. എന്റെ നേരെ കുറയ്ക്കുന്നോടാ, തന്നെ ഞാൻ വെച്ചേക്കത്തില്ലടാ. അമ്മേ, അച്ഛാ,
എന്താ മോളെ? എന്താ മോളെ കാര്യം? ഇത് ശരത്ത് ബാങ്കുകാർക്ക് ഊരിക്കൊടുത്ത ചെയിനാ. ഞാനിത് തിരിച്ചെടുത്തിട്ടുണ്ട്. അവനോട് വേഗം വന്നിത് വാങ്ങാൻ പറയണം. ഇങ്ങ് തന്നിക്ക്, ഞാൻ കൊടുത്തേക്കാം. വേണ്ട, നേരിട്ട് വന്ന് അവനോട് തന്നെ വാങ്ങാൻ പറഞ്ഞാ മതി. ഞാൻ തന്നെ കൊടുത്തോളാം. അവന്റെ ഒരു സഹായവും നമുക്കിനി വേണ്ട. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോഴേ നീ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു കാര്യവും തീരുമാനിക്കണ്ട. ആരുടെ സഹായം എപ്പോഴൊക്കെ മേടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അമ്മയൊന്നും ഉണ്ടായിരുന്നേ, ദേവിക പറയട്ടെ. നമുക്കൊക്കെ ഈ വീട്ടിൽ എത്ര കണ്ട അവകാശമുണ്ടോ അത്ര തന്നെ ദേവികയ്ക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് ദേവികയുടെ അഭിപ്രായം അവഗണിക്കാൻ പറ്റില്ല. എനിക്ക് ഈ വീട്ടില് ഒരവകാശ അധികാരമൊന്നും വേണ്ട അമ്മേ. പക്ഷേ ഈ വീട്ടിലെ ഒരാളും ചതിയിൽ പെടാനോ ദുഃഖിക്കാനോ പാടില്ല. അതിനിവിടെ ആരാര് ചതിച്ചു? ഇവിടെ ചതിയിൽ പെട്ടോണ്ടിരിക്കുന്നത് നീയാണ് നിത്യേ. ശരത്ത് നിന്നെ ചതിക്കുന്നത്. കൊള്ളാം, കള്ളക്കഥയുടെ പുതിയ എപ്പിസോഡായിട്ട് ഇറങ്ങിയിരിക്കും അല്ലേ? ഇത്രയും കാലം അവൻ ആരെയും ചതിച്ചിട്ടില്ല. ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്നു? ആരോടെങ്കിലും വിരോധം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിത്യേ, ശരത്ത് നീയും തമ്മിലുള്ള ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്ക് നല്ലൊരു വിവാഹബന്ധം വേണം. നിനക്ക് പരിചയവും അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാള് നിന്നെ വിവാഹം കഴിക്കുന്നത് തന്നെയാ ഏറ്റവും നല്ലത്. ആ കാര്യത്തില് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തിലാണ് അഭിപ്രായ വ്യത്യാസം? ശരത്തിനെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അല്ല, രഹസ്യാന്വേഷണ സംഘടനയും തന്നതാണോ? രഹസ്യ അന്വേഷണമൊന്നും അല്ല, പക്ഷെ പോലീസിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളുണ്ട്. ഓ, അപ്പൊ കള്ളക്കഥ ഉണ്ടാക്കാൻ പോലീസുകാരെയും കൂട്ടുപിടിച്ചു. പോലീസുകാരല്ലേ, കാശ് കിട്ടിയാലേ എന്ത് തരികിടയും കാണിക്കും. എത്ര കൊടുത്തു അവർക്ക് ഇല്ലാ കഥ ഉണ്ടാക്കാൻ? നീ പറ മോളെ, എന്താ നീ അറിഞ്ഞത്? അറിഞ്ഞ കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല അമ്മേ. നിത്യേ, നീ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം. അച്ഛാ, ശരത്തിനെ കുറിച്ച് നല്ലതുപോലെ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് മാത്രം ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ നിത്യ പറയുന്നത് കേട്ട് എടുത്തു ചാടരുത്. ചിലപ്പോ ചതി പറ്റും. അനാവശ്യം പറയരുത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവളിങ്ങനെ എന്തെങ്കിലും പറയൂന്ന് ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അമ്മേ, ദേവിയെ ചുമ്മാതെയൊന്നും പറയത്തില്ല, എന്തെങ്കിലും കാര്യം കാണും. ആവശ്യമില്ലാതെ അച്ഛൻ എപ്പോഴും ഒരു സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാ ഇവരിങ്ങനെ ശരത്തേന്റെ പിന്നാലെ നടക്കുന്നത്. അല്ല, നിങ്ങൾ ഈ വീട്ടിൽ ആരാ? എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എന്റെ അച്ഛനോ അമ്മയോ ഉണ്ട്. ശരത്തേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങള് അവർക്ക് ബോധ്യപ്പെട്ടാ മതി. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല. CBI കാര്യം വന്നിരിക്കുന്നു. ഞാൻ നിന്റെ ഏട്ടത്തിയാ. നിനക്ക് നന്മ വരാൻ മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. നീ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനുള്ള മിനിമം അവകാശമെങ്കിലും എനിക്കില്ലേ? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾ ആരാ?